ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഹുദൈബിയ എന്നാണ്. ഹുദൈബിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മയുണ്ടോ അല്ലെ, മദ്രസയിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും ഹുദൈബിയ സന്ധി. അപ്പൊ ഈ സ്ഥലത്ത് ഉള്ളതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി എന്ന പേര് വരാൻ കാരണം ഈ സ്ഥലത്ത് വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി ഖുറൈശികളുമായിട്ട് രേഖപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഖുറൈശികളും തമ്മിലുണ്ടായിരുന്ന സന്ധിക്കാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. എന്താ സന്ധിയുടെ പ്രത്യേകത? റസൂലുള്ളാഹി ഒരു സ്വപ്നം കാണുകയാണ് മദീനയിൽ വെച്ച്. എന്താ സ്വപ്നം കാണുന്നത്? കുറേ കൊല്ലമായി ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്നിരിക്കുകയാണ്. ഒന്ന് മക്കയിൽ പോകണം, അൽഹംദുലില്ലാഹ് ഇഹ്റാമിൽ പ്രവേശിക്കണം, ഒന്ന് ഉംറ ചെയ്യണം. ഈ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്താണ് സ്വപ്നം കാണുന്നത്. എന്താണ് സ്വപ്നം കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുടി മൊട്ടയടിച്ചിട്ടാണ് സ്വപ്നം. ഫുള്ള് മുടി മൊട്ടയടിച്ചിട്ട് സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി രാവിലെ വന്നിട്ട് മസ്ജിദ് നബവിയിൽ സഹാബാക്കൾ പറയാണ്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, മുടി മൊട്ടയടിച്ചിട്ടാണ് സ്വപ്നം കണ്ടിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉംറക്ക് പോകാനുള്ള അനുവാദം നൽകിയിട്ട് ഉംറ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയെടുക്കാം. അങ്ങനെ റസൂലുള്ളാഹി ഇലാൻ ചെയ്ത് അറിയിച്ചു സഹാബാക്കളോട്, ഞാനിത് ഉംറക്ക് പോകുന്നുണ്ട്, ആരെല്ലാം തയ്യാറുണ്ട്, ഒരുങ്ങിക്കോ. 1500 സഹാബാക്കൾ ഒരുങ്ങി, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് ദുൽഹുലൈഫയിലെത്തി അൽഹംദുലില്ലാഹ് ഇഹ്റാം നിയ്യത്ത് ചെയ്ത് ഉംറക്ക് വേണ്ടി അവർ യാത്ര ചെയ്തു. ഉംറക്ക് വേണ്ടി യാത്ര ചെയ്ത് അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പറ്റില്ല, ഇക്കൊല്ലം ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉംറ ചെയ്യാണ്ട് തിരിച്ചു പോകണമല്ലോ ഉംറ ചെയ്യണം, ആലോചിക്കാൻ വേണ്ടിയിട്ട് കൂടുമല്ലോ. അതിനിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മക്കയിലെ ഖുറൈശികളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞയച്ചു, ഒരു ദൂതനായിട്ട് പറഞ്ഞയച്ചു. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയെ എത്താൻ വേണ്ടി വൈകിപ്പോയി. അല്ലായിരുന്നു എത്ര ദൂരം നമുക്കറിയാലോ, ഒരു ദിവസം കൊണ്ട് എത്താൻ പറ്റും. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയെ എത്തിയില്ല. അപ്പോ ആളുകൾ പറഞ്ഞു ഉസ്മാൻ അവർ പിടിച്ച് കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ബയ്യത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഒരു കരാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായിട്ട് ഉണ്ടാക്കുന്ന ആ സമയത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തിന്റെ അടിയിൽ വന്നു വാള് പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും സത്യം ചെയ്യണം, എന്നൊന്ന് ഇനി ഖുറൈശികളുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം, കാരണം ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പരന്നിരിക്കുന്നു. ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഉസ്മാൻ എന്ത് പറ്റി? നമ്മളെല്ലാവരും ഇങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു, കുറെ കാലത്തിന് ശേഷം, ഏകദേശം ഹിജ്റ 8-ലാണ്, 8 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മക്കയിലേക്ക് തിരിച്ചു വന്നതാണ്. കുടുംബക്കാരെല്ലാം കൂടി എന്നെ സ്വീകരിച്ച് അൽഹംദുലില്ലാഹ് നല്ല സൗകര്യങ്ങളൊക്കെ നൽകി, ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ആക്രമിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മരം അൽഹംദുലില്ലാഹ് ബയ്യത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഒരു മരം ഇവിടെ ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കാലത്ത് ആ മരത്തിന് കുത്തിക്കളയാണ് ചെയ്തത്. എന്തിനാ മരത്തിന് കുത്തിക്കളഞ്ഞത്? എല്ലാവരും വന്നിട്ട് ആ മരത്തിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടി തുടങ്ങും. റസൂലുള്ളാഹി ഇരുന്ന മരമാണ്, റസൂലുള്ളാഹി കരാർ ചെയ്ത മരമാണ്. അതുകൊണ്ട് ഈ മരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇത് മനുഷ്യനെ വേറൊരു ഭാഗത്തേക്ക് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിന് ഇവിടുന്ന് ഒഴിവാക്കി കളഞ്ഞു. ആ മരം നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളത്. അൽഹംദുലില്ലാഹ് ബയ്യത്തുർ റിദ്വാൻ എന്ന് വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായി ചെയ്ത കരാറാണ്. അപ്പൊ വീണ്ടും ഖുറൈശികൾ പറഞ്ഞു, എന്തായാലും നിങ്ങൾ അല്ലെ സഹാബാക്കൾ ഉംറ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഖുറൈശികളാണെങ്കിൽ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഒരു കരാർ ഉണ്ടാക്കാൻ നമുക്കെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുറൈശികളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നേതാവായിട്ട് ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജത്തബ അല്ലെ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുണ്ട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നേതാവായിട്ട്. ഖുറൈശികളുടെ ഭാഗത്ത് ആരാണ്? ഖുറൈശികളുടെ ഭാഗത്ത് സഹൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കടന്നു വരുന്നത് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പിന്നീട് മുസ്ലിം ആകുന്നുണ്ട്. അപ്പോൾ ഖുറൈശികളുടെ ഭാഗത്ത് സഹൽ ഇബ്നു അംറും, അതേസമയം മുസ്ലിങ്ങളുടെ ഭാഗത്ത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. അപ്പോൾ കരാർ എഴുതാൻ വേണ്ടിയിട്ട് ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളാഹി ഉമ്മീനാണ്, നിരക്ഷരനാണ്, എഴുതാനും വായിക്കാനും അറിയാത്തൊരു പ്രവാചകനാണ്. അതുകൊണ്ട് കരാർ എഴുതാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ടത് ആരെയാണ്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലയാണ്. അപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ തുടങ്ങി. ആദ്യം തുടങ്ങുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അത് എഴുതിയപ്പോൾ തന്നെ ഖുറൈശികൾ പറഞ്ഞു, ഈ റഹ്മാൻ റഹീമായ അള്ളാഹുവിനെ നമുക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റില്ല, ബിസ്മില്ല എന്ന് മാത്രം എഴുതിയിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. അല്ല, അവർക്ക് മുമ്പേ അള്ളാഹുവിനെ അറിയാം, പക്ഷെ റഹ്മാൻ റഹീമായ അള്ളാഹുവിനെ അവർ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ആരംഭിച്ചു. ഇനി കുറേ അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അല്ലെ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുറൈശികളും തമ്മിലുണ്ടാക്കുന്ന കരാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് എഴുതാൻ പറ്റില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, തീർന്നു പ്രശ്നം. പക്ഷെ നിന്നെ ദൂതനായിട്ട് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറില്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബും ഖുറൈശികളും തമ്മിലുണ്ടാക്കുന്ന കരാറാണെന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി കഴിഞ്ഞിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി അലി റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, അലി അത് വെട്ടിക്കളഞ്ഞേക്കെന്ന് പറഞ്ഞു. പക്ഷെ അലി റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹു അത് ഞാൻ ഒരിക്കലും എഴുതിയാനെ വെട്ടിക്കളയില്ല, ഞങ്ങൾക്ക് പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അല്ലേ പണ്ട് പേനല്ല മഷി ഇങ്ങനെ മുക്കിയിട്ട് ചെയ്യുന്ന ആ സാധനം വാങ്ങിയിട്ട് അതിനെ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഭയങ്കര പ്രയാസം ഉണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹു ഹക്കല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്കല്ലേ, പരിശുദ്ധമായ ദീന് ഹക്കല്ലേ, നമ്മളെ ഹക്കിന്റെ വഴിയിലല്ലേ, നമ്മളെന്തിനാണ് ഈ ഖുറൈശികളോട് ഇങ്ങനെ താണു നിൽക്കുന്നത്? അതുകൊണ്ട് ഈ ഖുറൈശികളുമായിട്ട് ഇങ്ങനെയുള്ളൊരു കരാർ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. ആര് പറഞ്ഞു?
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എല്ലാ സഹാബാക്കളോടും പറഞ്ഞു അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ അടുക്കലെത്തി. അബൂബക്കർ റളിയല്ലാഹു തആലയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. നമ്മൾ ഹക്കിന്റെ സത്യത്തിന്റെ പാതയിലല്ലേ, അള്ളാഹു ഹക്കല്ലേ, റസൂലുള്ളാഹി ഹക്കല്ലേ, ദീൻ ഹക്കല്ലേ, നമ്മളെന്തിങ്ങനെ താണു കൊടുക്കേണ്ട ആവശ്യം എന്തുണ്ട് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല ഉമർ ഒന്ന് സമാധാനിക്ക്, നമ്മളെക്കാളും കൂടുതൽ അറിയുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ സംസാരിക്കുന്നത് വഹി മുഖാന്തരം മാത്രമാണ്. അതുകൊണ്ട് തങ്ങളെ ഇത്തിബാ ചെയ്യുക, തങ്ങളെ അനുസരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുള്ളൂ. നമുക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് തങ്ങൾ എന്ത് പറയുന്നത് അത് നമ്മൾ അനുസരിക്കലാണ് ഉമറെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല കാര്യം ബോധ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൽഹംദുലില്ലാഹ് സമാധാനം. പിന്നീട് ഉമർ റളിയല്ലാഹു തആല പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിനോട് തൗബ ചെയ്യും. ഞാൻ ഹുദൈബിയ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബാക്കളോടും ഈ രൂപത്തിൽ പെരുമാറിയതിന്റെ പേരിൽ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, തൗബ ചെയ്യും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറയുമായിരുന്നു. ഓക്കെ, അങ്ങനെ കരാർ എഴുതാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ആരംഭിച്ചു. എന്താ കരാർ ഒന്നാമത്തെ ഇതാണ്, ഈ വർഷം നിങ്ങൾക്ക് എന്തില്ല, ഉംറയില്ല, ഈ വർഷം ഉംറ ചെയ്യാണ്ട് തിരിച്ചു പോകണം. പക്ഷെ അത് വേറൊരു വർഷം വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ ഉംറത്തുൽ ഖളാ എന്നാണ് ആ ഉംറയ്ക്ക് പേരിട്ടുള്ളത്. ആ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഖളാ വിട്ടാൽ അൽഹംദുലില്ലാഹ് ഉംറത്തുൽ ഖളാ നമുക്ക് നിർവഹിക്കാം അടുത്ത വർഷം. രണ്ടാമത്തെ കരാറിന്റെ വ്യവസ്ഥ എന്താണ്? രണ്ടാമത്തെ കരാറിന്റെ വ്യവസ്ഥ, ആരെങ്കിലും മുസ്ലിങ്ങളിൽ നിന്നും അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഖുറൈശികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ഖുറൈശികൾ സ്വീകരിക്കും. ഇനി ആരെങ്കിലും ഖുറൈശികളിൽപ്പെട്ട ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങൾക്ക് തിരിച്ചു തരൂല്ല. അവരെ മുസ്ലിങ്ങൾക്ക് തിരിച്ചു തരിക. ഇങ്ങനെ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം, ആരെന്നാരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തരൂല്ല. അപ്പോൾ ആളുകൾക്ക് വീണ്ടും വലിയൊരു പ്രയാസമായി. ആരെങ്കിലും അൽഹംദുലില്ലാഹ് ദീനിലേക്ക് വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടേക്ക് ഏൽപ്പിക്കണം. ആരെങ്കിലും മുസ്ലിങ്ങളെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു തരൂല്ല. ഇതെന്തൊരു കരാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാർ അംഗീകരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ വരുന്നത്. അത് സഹൽ ഇബ്നു അംറിന്റെ മോനാണ്. അദ്ദേഹം മക്കത്ത് നിന്ന് വന്നിട്ട് പറയാണ്, ഞാൻ മുസ്ലിമായി, എന്നെ മുസ്ലിങ്ങളെ കൂടെ വിടണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെ കൂടെ കൂടിക്കോ. അപ്പോൾ സഹൽ ഇബ്നു അംർ പറഞ്ഞ് നമ്മളൊരു കരാർ ഉണ്ടാക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞ് നമ്മൾ കരാർ പൂർത്തീകരിച്ചിട്ടില്ല. കരാർ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമല്ലേ ഈ കരാറുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുള്ളൂ. അതുകൊണ്ട് കരാർ പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടിക്കും. അല്ല പറ്റൂല, കരാർ ഇപ്പം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യന്റെ കൂടെ വേറൊരു മനുഷ്യനും കൂടി വന്നു, അല്ലെ, ബഷീർ ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല. അങ്ങനെ രണ്ട് സഹാബാക്കളായി. രണ്ട് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ എത്രയോ ത്യാഗം സഹിച്ചിട്ടാണ് മനസ്സിൽ ദീൻ വിശ്വസിച്ച് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ പരസ്യമാക്കി, പക്ഷെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് വീണ്ടും ഇനി ഇവരെ കൊടുത്ത് അയക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഠിനമായി ഇവർ മർദ്ദിക്കുക, ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ടുപേർ എന്ത് ചെയ്തു പറഞ്ഞാൽ നേരെ മക്കയിലേക്ക് തിരിച്ചു പോകാതെ അവരിവിടുന്ന് കടലിന്റെ അടുത്തുള്ള ഇപ്പൊ യാമ്പു എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് അവർ നേരെ അങ്ങോട്ടേക്ക് പോയി. നേരെ മക്കയിലേക്കും പോയില്ല, മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇവർ കൂട്ടാനും ആരംഭിച്ചില്ല. ഈ സമയത്ത് അൽഹംദുലില്ലാഹ് ബാക്കിയുള്ള ആളുകൾ, മക്കയിൽ നിന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്ത്, അവർ നേരെ വന്ന് ഇവരൊപ്പം കൂടും. ഇവർ 50 ആളായി. എത്ര ആളായി? 50 ആളായി. ഇവർ 50 ആളായി. ഇപ്പോൾ ഇവർ പറഞ്ഞു, ഇനി നമുക്കൊരു മാർഗ്ഗമുണ്ട്, നമ്മൾ വലിയൊരു സംഘമായി. മക്കയിൽ നിന്നും ഷാമിലേക്ക്, അതായത് ഇന്നത്തെ സിറിയയിലേക്ക് കച്ചവട സംഘത്തിന് പോകുന്നത് ആ വഴിയിൽ കൂടിയാണ്. ആ വഴിയിൽ കൂടി കൂടുന്ന കച്ചവട സംഘത്തെ നമ്മൾ തടയണം. എന്ത് ചെയ്യണം? കച്ചവട സംഘത്തെ നമ്മൾ തടയണം. അങ്ങനെ അവർ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല പണ്ടുണ്ടാക്കിയ കരാർ ഒന്ന് റദ്ദ് ചെയ്യണം. ആരെങ്കിലും ഒന്ന് വിശ്വസിച്ചെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കൂട്ടിക്കോ. ഇത് പോയിട്ടായിരുന്നെങ്കിൽ നമ്മൾ കച്ചവടത്തിന് വഴിയില്ലാതായി. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കരാർ എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുള്ള എവിടെയാണ്? കാബന്റെ ചുമരിലാണ്. അപ്പോൾ ഈ കരാർ റദ്ദ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പോകണം. അവിടെ പോയിട്ട് കാബന്റെ ചുമരിൽ ഈ കരാർ നോക്കുമ്പോഴേക്കും ആ കരാറല്ലേ ചതിൽ നിന്നിട്ട് തീർന്നു പോയിട്ടുണ്ട്. കരാറേ ഇല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഉണ്ടാക്കിയിരുന്ന ഒരു കരാറിന്റെ ഭൂമിയാണ് അൽഹംദുലില്ലാഹ് ഹുദൈബിയ സന്ധി നടന്ന ഭൂമി. അങ്ങനെ കരാർ എഴുതി അൽഹംദുലില്ലാഹ് തിരിച്ചു പോയിട്ട് കുറച്ച് ദൂരത്തെപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, സൂറത്തുൽ ഫത്ഹിന്റെ ആദ്യത്തെ ആയത്തുകൾ എഴുതി കൊടുത്തു. എന്തായത്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ വ്യക്തമായൊരു വിജയം ഇതാ നിങ്ങൾ ഖുറൈശികൾക്ക് മേൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിജയത്തിന്റെ തുടർച്ചയാണ് അടുത്ത വർഷം ഉണ്ടായിരുന്ന മക്ക ഫത്ത്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന് സാക്ഷ്യം നിൽക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ എല്ലാ തരത്തിലുള്ള അതിന്റെ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.